പന്തീരാണ്ടിനു ശേഷം ഞാനെന്ന് ലീലയെപ്പറ്റി ഓർത്തുപോയി. പ്രിയപ്പെട്ട സഹോദരി, നാഴികൾക്കപ്പുറത്ത് നിന്ന് ഞാൻ മംഗളം നേരുന്നു. നിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാനിത് കുറിക്കട്ടെ. നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. എവിടെയോ ഒരു മരുപ്പച്ചയുണ്ട്. എത്തുമെന്ന ഉറപ്പില്ല, എങ്കിലും പ്രതീക്ഷയോടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കണം. എത്തിയില്ലെങ്കിലും ആ യാത്ര വലിയ കാര്യമാണ്. അത് തുടർന്നുകൊണ്ടിരിക്കണം. അതാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. മരണം പിറവി പോലെ തന്നെ ജീവിതത്തിലൊരു പ്രധാന ചടങ്ങാണ്, ആഘോഷമാണ്. MT വരാം. മലയാള സാഹിത്യം എന്ന കടലിൽ ഒരുപാട് ഓളങ്ങൾ ഉണ്ടാക്കിയതാണ് MT എന്ന രണ്ടക്ഷരം. മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ച വളർത്തുമൃഗങ്ങൾ എന്ന ചെറുകഥയിൽ നിന്നാണ് തുടക്കം. MT എഴുതുന്നത് ആർത്തിയോടെ വായിച്ചു തീർക്കാൻ ഒരു തലമുറ തന്നെ കാത്തിരുന്നു. കേരളത്തിലെ സാമൂഹിക വ്യവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ രചനകളിലൂടെ ഇതൾ വിരിഞ്ഞത്. ആത്മകഥാംശമാണ് പലതും. പ്രണയവും പ്രണയഭംഗവും ആശയവും നിരാശയുമെല്ലാം അദ്ദേഹം അക്ഷരങ്ങളിലൂടെ ആവാഹിച്ചു. എവിടെയാണ് പത്രമാപ്പീസ് എന്ന് പോലും അറിയാതിരുന്ന ചെറുപ്പകാലത്ത് MT ആഴ്ചയിൽ 4ഉം 5ഉം കഥകൾ എഴുതിയിരുന്നു. പുസ്തകങ്ങൾ കാണാൻ കിട്ടാത്ത പ്രദേശത്ത് നിന്നാണ് എഴുത്തിനോട് മോഹം തോന്നിയത്. എങ്ങനെയാണ് ഞാൻ എഴുത്തുകാരനായത് എന്നോർക്കുമ്പോൾ ഇപ്പോഴും അത്ഭുതമാണ് തോന്നുന്നത്. MT പറഞ്ഞിട്ടുണ്ട്. 7 മൈലിനപ്പുറമാണ് MTയുടെ സ്കൂൾ. വലുതാകുന്തോറും വായനമോഹമേറി കവിതയോടായിരുന്നു ആദ്യ ഇഷ്ടം. വാരാന്ത്യങ്ങളിൽ പുസ്തകം കടം വാങ്ങാനായി മൈലുകളോളം MT നടക്കാറുണ്ടായിരുന്നു. രഹസ്യമായി കവിതകൾ എഴുതാൻ തുടങ്ങിയപ്പോൾ കവിത വഴങ്ങുന്നില്ല എന്ന് നിരാശയോടെ തിരിച്ചറിഞ്ഞതാണ് കഥാലോകത്തേക്ക് വഴിമാറാൻ ഇടയായത്. ആ നടത്തം ലോകത്തോളം വളരാൻ MTക്ക് വഴി നൽകി. MTക്ക് മലയാള സാഹിത്യത്തിന്റെ മുൻനിരയിൽ സ്ഥാനം നേടിക്കൊടുത്തത് 1958 പുറത്തുവന്ന നാലുകെട്ട് എന്ന നോവലാണ്. കാലക്രമേണ MT എന്ന രണ്ടക്ഷരം മലയാള സാഹിത്യത്തിലെ മായാമുദ്രയായി മാറി. 1998 പുറത്തുവന്ന കാഴ്ചയാണ് MT ഒടുവിൽ എഴുതിയ കഥ. MTയെക്കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം മനസ്സിലെത്തുക രണ്ടാമൂഴവും മഞ്ഞുമാണ്. മഹാഭാരതത്തിലെ ഭീമന്റെ മറുവാക്കാണ് MTയുടെ രണ്ടാമൂഴം. ആരും കാണാതെ പോയ പ്രണയത്തിനും സ്നേഹത്തിനുമായി ദാഹിക്കുന്ന, സ്വന്തം അസ്തിത്വത്തിൽ പകച്ചു നിൽക്കുന്ന ഭീമൻ എന്ന പച്ച മനുഷ്യനെയാണ് MT പകർത്തിയെഴുതിയത്. ഭീമനെ നായകനാക്കി സൃഷ്ടിച്ച നോവലാണ് രണ്ടാമൂഴം. മഹാഭാരതത്തിൽ എന്നും അർജുനന്റെ നിഴലിലായിരുന്നു ഭീമൻ. പാഞ്ചാലിയെ ജീവനു തുല്യം പ്രണയിച്ച ഭീമൻ, എന്നാൽ ഭീമന്റെ കരുത്തുള്ള ശരീരത്തിലെ സ്നേഹം കൊതിക്കുന്ന മനസ്സിനെ ആരും കണ്ടില്ല. അതാണ് MT തൂലികയിലേക്ക് ആവാഹിച്ചെടുത്തത്. അങ്ങനെ വായിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നോവലുകളുടെ കൂട്ടത്തിലേക്ക് രണ്ടാമൂഴവും ഇടം പിടിച്ചു. പ്രണയം ഉറഞ്ഞു പോകുന്ന കാത്തിരിപ്പിലാണ് MT മഞ്ഞിലെ വിമലയെ ഇരുത്തിയത്. അയാൾ വരും, വരാതിരിക്കില്ല എന്ന പ്രതീക്ഷയിൽ വിമല ഇപ്പോഴും ഇരിക്കുകയാണെന്ന പ്രതീതിയാണ് നോവൽ ഓരോ തവണ വായിക്കുമ്പോൾ ഉണ്ടാകുന്നത്. വായനക്കാരുടെ ഹൃദയത്തിൽ നീറ്റലുണ്ടാക്കുന്ന കഥാപാത്രമാണ് ഇരുട്ടിന്റെ ആത്മാവിലെ വേലായുധൻ. വേലായുധന്റെ ചങ്ങലകളിൽ അയാളുടെ ഭ്രാന്ത് മാത്രമായിരുന്നില്ല കുരുങ്ങിക്കിടന്നത്, അയാളുടെ സ്വാതന്ത്ര്യം കൂടിയായിരുന്നു. അസ്വസ്ഥകളുടെ ഇരുട്ടിന്റെ ആത്മാവായിരുന്നു വേലായുധൻ. ഓപ്പോൾ, കുട്ടിയെടത്തി, അപ്പുണ്ണി എന്നിവ സാധാരണ മനുഷ്യരുടെ ദയവും വിഹുലതയും വരച്ചുകാട്ടിയ സൃഷ്ടികളായിരുന്നു. അങ്കത്തട്ടിലെ ചതിയുടെ ചരിത്രമല്ല, ദുഃഖവും പ്രണയവും നിരാശയുമെല്ലാം ചേർന്ന രണാങ്കമായിരുന്നു ചന്തുവെന്ന മനുഷ്യന്റെ ജീവിതവും MT കാണിച്ചു തന്നു.